ഹായ് ഗായ്സ്, നമസ്കാരം. നമ്മൾ വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. നല്ല സമയമാണ്. അപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്റർ ഇതാണ്. ഇത് സിമ്പിൾ പോസ്റ്ററാണ്. ചടപടയിൽ പെട്ടെന്ന് പരിപാടി നടക്കും. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, പെട്ടെന്ന് നടക്കും. കാണുന്ന പോലെ വലിയ ടഫല്ല, പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ആക്കുന്നത് നമുക്ക് കാണാം. അതിന് മുന്നേ ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ ആദ്യമേ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1080x1350 പിക്സൽസാണ് ഞാൻ എടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ 4:5 റേഷ്യോ ആണ്. ഞാനിത് പ്രിൻ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ റേഷ്യോയിൽ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ബ്രഷ് ടൂൾ എടുത്തിട്ട് പ്രസ് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ ബെയർ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്രഷിൻ്റെ പാക്കുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇത് എൻ്റെ ബ്രഷല്ല, വേറൊരു പുള്ളിയുടെയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെയും ഇമേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്തോണം പോവാം. അപ്പോൾ ആദ്യമേ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് റൈറ്റിൽ കൊടുത്ത് ഈ കാണുന്ന ഐക്കനെ ലേശം ചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഷിൻ്റെ ആംഗിൾ മാറ്റാം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാം. എന്തിന് ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പം ഇവിടെ കുറേ ബ്രഷസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് ബ്രഷ് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ഇവിടെ പെയിൻറ്റ് ചെയ്താൽ മതി. കാരണം നമ്മളിതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ പോവാണ്. ഇതിന് നെക്സ്റ്റ് ഇമേജ് എടുത്തിട്ട് നമ്മളിതിന് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുന്നത്. തൽക്കാലത്തേക്ക് ഇത്ര മതി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ഇമേജിനെ പാർട്ടി ഇമേജ്, ഞാൻ ഈ ഇമേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് താഴത്തെ ഷേപ്പിന് കവറാവുന്ന പോലെ അത്രയും വലുതാക്കിയിട്ട് സ്കെയിൽ അപ്പ് ചെയ്തിട്ട് Ctrl+Alt+G പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ആവും. താഴത്തെ നമ്മൾ ഏത് ഷേപ്പാണോ വരച്ചേക്കുന്നത് ആ ഷേപ്പിന് ക്ലിപ്പിംഗ് മാസ്ക് ആവും. ഇത് നമുക്ക് ഇനിയിപ്പോൾ താഴെ ഷേപ്പ് വേറെ എക്സ്ട്രാ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തെങ്കിൽ ആഡാവും. താഴത്തെ ലെയറിൽ ഈ ലെയറിൽ നമ്മൾ എന്ത് ചെയ്താൽ അതിവിടെ ആഡാവും. തൽക്കാലത്തേക്ക് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ആക്കുക. എന്നിട്ട് Ctrl+Alt+G പ്രസ് ചെയ്ത് ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. എന്നിട്ട് ഗ്രേഡിയൻറ്റ് ഇതിനെയും Ctrl+Alt+G പ്രസ് ചെയ്ത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഏത് കളറാണ് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ഈ കളർ തൽക്കാലം എടുത്തെങ്കിൽ ഓക്കെ കൊടുത്താൽ ഞാനിവിടെ ബ്ലെൻഡിങ് മോഡ് ഹാർഡ് ലൈറ്റ് ഇടുക. എന്നിട്ട് നമുക്കിവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ഏത് കളറാണ് വേണ്ടിയെന്ന് നോക്കി ഞാനൊരു ബ്ലൂ ആൻഡ് പിങ്ക് കളറിന് പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒപ്പാസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. നെക്സ്റ്റ് നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ പാർട്ടിന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഫോണ്ട് ഹേ ആഗോസ്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ലേശം ഒന്ന് സ്ലാൻഡ് ചെയ്തിട്ട് പിന്നെ എന്നതാ ലോറൻ ഇപ്സം. ഇത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് ലോറൻ ഇപ്സം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോലെയുള്ള ഡിസൈനേഴ്സിന് ടൈപ്പ് ചെയ്യാൻ സംഭവമൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടാണ് ലോറൻ ഇപ്സം. നെറ്റിലടിച്ചെങ്കിൽ നമുക്ക് ഒരു ലോഡ് കണക്കിന് നീട്ടത്തിലെ സാധനം കിട്ടും. നമുക്ക് വെബ് ഡിസൈനേഴ്സും എല്ലാം യൂസ് ചെയ്യുന്ന ഫോണ്ടല്ല ടെക്സ്റ്റ്. അത് നമുക്ക് പർട്ടിക്കുലറായിട്ട് ഇന്ന കാര്യം ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ലാത്തപ്പോൾ നമ്മൾ അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ലെറ്റേഴ്സിന് നടക്കത്തെ സ്പേസ് കൂട്ടുക. അവിടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്തിടാം. ഞാനിവിടെ എനിക്കൊന്നും ടൈപ്പ് ചെയ്യുന്നില്ലാത്തതാണ് ഞാൻ ഇടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ താഴെ ജസ്റ്റ് നമ്മുടെ ഒരു ലോഗോ ആഡ് ചെയ്ത് ഫോട്ടോ ആശാൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു നമ്മുടെ ലോഗോ വെച്ച്. പിന്നെ ഈ സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ സെൻറ്ററിന് സ്കെയിൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടെങ്കിൽ സ്കെയിൽ ചെയ്താൽ മതി. അപ്പോൾ സെൻറ്ററിന് സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗൺ ആകും. ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിൻറ്റിന് ആവുന്നത് പുതിയ ഫോട്ടോഷോപ്പിൽ. പഴയ ഫോട്ടോഷോപ്പിൽ നമ്മളിങ്ങനെ ആക്കാൻ പോയെങ്കിൽ റേഷ്യോ എല്ലാം മാറിപ്പോവും. ഓക്കെ,
അടുത്ത മഴ വരുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ മഴയുടെ കലപില സൗണ്ട് കേൾക്കും. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഫോട്ടോ ആശാൻ എന്നുള്ള പേര് ടൈപ്പ് ചെയ്തു. നമുക്ക് ലെറ്റർസിന് നടുക്ക് സ്പേസ് വേണ്ട, അത് കാരണം ഞാൻ 0 ഇട്ടു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സൈസ് നമുക്ക് വേണ്ടിയ പോലെ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മാക്സിമം സെൻറ്ററിൽ ഇടുക. പിന്നെ ഓരോ ഡിസൈനും ഓരോ ടൈപ്പാണ്. ചിലതിന് സെൻറ്ററിൽ വെക്കുന്ന, ചില സൈഡിൽ വെക്കുക. അങ്ങനെ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ അത് ഡിസൈനേഴ്സിൻ്റെ മേലെ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ എവിടെ വെച്ച് അലൈൻ ചെയ്താൽ ഏത് ഡിസൈൻ അങ്ങനെ കാണും നമ്മൾ നോക്കുക. ഇത് ഞാനിപ്പോൾ സെൻറ്ററിലാണ് അലൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെട്ടിപ്പോയിട്ട് ലോറം ഇപ്സം ടെക്സ്റ്റ് എടുക്കാൻ പോവാം. loremitsim.io എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമുക്ക് ഇങ്ങനെ ലോറം ഇപ്സം ടെക്സ്റ്റ് കിട്ടും. ഈ ടെക്സ്റ്റ് അങ്ങോട്ട് കോപ്പി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ കണ്ടൻറ് ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്തിടണം. ഇത് ഞാൻ വെറുതെ എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് സൈസ് കുറച്ചിടുക, നമുക്ക് ആ എല്ലാ സംഭവം കൂടി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് സെൻട്രൽ അലൈൻ കൂടി ചെയ്യാം. ഓക്കെ, എന്നിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഭയങ്കര മുഴുപ്പിലെ സംഭവം ടെക്സ്റ്റൊക്കെ ഇടരുത്. നമ്മളെന്താ പറയുന്നത്, ഒരു ക്ലീൻ മിനിമലിസ്റ്റിക് പോസ്റ്ററാണിത്. നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന പോലെ ഈ പോസ്റ്ററിൽ ഫോണ്ടും സംഭവങ്ങളെല്ലാം നിറച്ച് വെക്കരുത്. കുറച്ച് നെഗറ്റീവ് സ്പേസൊക്കെ വിട്ടു വെക്കണം. ഓക്കെ, നമ്മുടെ ഫോൺസിനും നമ്മുടെ ഡിസൈനിനൊക്കെ എന്നാ പറയുന്നത്, ബ്രീത് ചെയ്യാനായിട്ടൊരു സ്പേസ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 4-5 പോസ്റ്റല്ല, ഇതുപോലെ ഇരിക്കുന്ന കുറച്ച് കളേഴ്സൊക്കെ ഡിഫറെൻ്റ് ആക്കിയിട്ട് കുറച്ച് ഇമേജ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഇമേജാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത കുറച്ച് ഇമേജസാണ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളും ഡിഫറെൻറ്റ് ഗ്രേഡിയൻസും ഡിഫറെൻറ്റ് ഷേപ്സൊക്കെ ഇട്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും വേറെ ഷേപ്പൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ ഈ ഞായറാഴ്ച ഇടുമായിരിക്കും, ഉറപ്പില്ല എൻ്റെ കാര്യമായതുകൊണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ പെൻ ടൂലിനെ പറ്റിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. പെൻ ടൂൽ നമ്മുടെ ഫോട്ടോഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണ്. കാരണം എന്നാ പറയുന്നത്, ഒരു ഫോട്ടോഷോപ്പ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെൻ ടൂൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. പെൻ ടൂൽ അത്രയ്ക്ക് ഉപകാരമുള്ളൊരു ടൂലാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആയിരിക്കും അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇതുപോലത്തെ ഇമേജൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പെൻ ടൂലൊക്കെ പഠിച്ചെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ബൈ.